അവസാന ഓവർ വരെ നീണ്ടുനിന്ന മത്സരത്തിൽ ഇന്ത്യക്ക് ആവേശ ജയം. ടെസ്റ്റിലെ തോൽവിക്ക് ഏകദിന പരമ്പരയിൽ മറുപടി പറയാനെത്തിയ ഗംഭീരന് ആശ്വാസം. റാഞ്ചിയിൽ ദക്ഷിണാഫ്രിക്കയെ 17 റൺസിന് എറിഞ്ഞിട്ട് ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ സീനിയർ താരങ്ങളുടെ കരുത്തിൽ റൺമലയാണ് ഇന്ത്യ തീർത്തത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യക്ക് മികച്ച തുടക്കം. സ്കോർ 25 നിൽക്കെ ജയ്സ്വാൾ പുറത്തായെങ്കിലും സീനിയർ താരങ്ങളായ രോഹിത്തും കോഹ്ലിയും രണ്ടാം വിക്കറ്റിൽ ഒന്നിച്ചതോടെ ആരാധകർക്ക് മുന്നിൽ റോക്കോയുടെ ബാറ്റിംഗ് വിസ്മയം. ഇരുവരും ചേർന്ന് 136 റൺസിന്റെ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. അർദ്ധ സെഞ്ചുറി തികച്ചതിന് പിന്നാലെ രോഹിത് റെക്കോർഡോടെ മടങ്ങി. ഷാഹിദ് അഫ്രീദിയെ മറികടന്ന് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരമായി ഹിറ്റ്മാൻ. പിന്നാലെ കരിയറിലെ 83ാം സെഞ്ചുറി തികച്ച കോഹ്ലി. ഏകദിനത്തിലെ 52ാം സെഞ്ചുറിയോടെ ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമായി കോഹ്ലി. 135 റൺസിന്റെ മാസ്റ്റർ ക്ലാസ് ഇന്നിംഗ്സുമായാണ് കോഹ്ലി കൂടാരം കയറിയത്. പിന്നാലെ നായകൻ KL രാഹുലും ജഡേജയും ചേർന്നാണ് സ്കോർ 300 കടത്തിയത്. 350 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പ്രോട്ടീസിനെ തുടക്കം പിഴച്ചു. 11 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റ് നഷ്ടം. പിന്നാലെ വന്ന മധ്യനിരയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് അടിത്തറ പാകിയത്. മാത്യു ബ്രിഡ്സ്കയും മാർക്കോ യാൻസനും കോർബിൻ ബോഷും അർദ്ധ സെഞ്ചുറിയുമായി പൊരുതിയെങ്കിലും പ്രോട്ടീസിനെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല. ഇന്ത്യക്കായി കുൽദീപ് യാദവ് 4ഉം ഹർഷിത് റാണ 3ഉം ഹർഷ്ദീപ് സിംഗ് 2ഉം വിക്കറ്റുകൾ വീഴ്ത്തി. സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയാണ് കളിയിലെ താരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി. ബുധനാഴ്ച റായ്പൂരിലാണ് രണ്ടാം ഏകദിന മത്സരം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.